നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റുലി, മാറ്റത്തിന്റെ ശംഖുലി. ഓടത്തുടങ്ക നമ്മ യാത്ര. കാളൻ മെമ്മോറിയൽ സ്റ്റഡി സെന്റർ ഫോർ ട്രൈബൽ അഡ്വാൻസ്മെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി പണിയ ഭാഷയിലെ വാക്കുകൾ ഉൾപ്പെടുന്ന ഡിക്ഷണറി തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകുന്ന അധ്യാപകൻ ഗിരീഷ് കുമാറുമായി പ്രജിഷ രാജേഷ് നടത്തിയ അഭിമുഖത്തിന്റെ 1ാം ഭാഗം. നമസ്കാരം. ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റുലിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സാറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ ആദ്യം? തീർച്ചയായും. എൻ്റെ പേര് ഗിരീഷ് കുമാർ. ഞാൻ പത്തനംതിട്ട ആറന്മുള സ്വദേശിയാണ്. കഴിഞ്ഞ 30 കൊല്ലമായി അധ്യാപന ജീവിതം. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ MSc ഇലക്ട്രോണിക്സ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ തന്നെ MTech ഇലക്ട്രോണിക്സ്, മുമ്പ് ഡിഗ്രിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും PG MTech ഇലക്ട്രോണിക്സ്. അതിനുശേഷം കുസാറ്റിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് അധ്യാപകനായി 3 വർഷം ജോലി ചെയ്തു. അതിനുശേഷം IHRD, പീരുമേട്, അടൂർ, മാവേലിക്കര, അയിരൂർ, ഇന്ന് PK കാളൻ മെമ്മോറിയൽ കോളേജിൽ ഒരു ചെറിയ സർവീസിന് വേണ്ടി 3 മാസത്തെ ഷോർട്ട് സർവീസിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. ഞാൻ അധ്യാപന ജീവിതം ഏകദേശം 30 വർഷത്തോളമായി. എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അവർ LP സ്കൂൾ ടീച്ചേഴ്സായിരുന്നു. ഇതാണ് എന്നെക്കുറിച്ച് അടിസ്ഥാനപരമായി പറയാനുള്ളത്. അച്ഛനും അമ്മയും അധ്യാപകരായതാണോ സാറിനെ ഈ ഒരു അധ്യാപനത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയാം തീർച്ചയായിട്ടും. പക്ഷേ ഒരു അധ്യാപക കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ ജീവിച്ച് വളർന്നു വന്നത്. ഒരുപാട് അധ്യാപകരും, സ്കൂൾ അധ്യാപകരെ മാത്രമല്ല, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, ഇങ്ങനെയുള്ള ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ വളർന്നു വന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അധ്യാപനം അതുകൊണ്ടായിരിക്കണം ഞാൻ ചൂസ് ചെയ്യാൻ കാരണം. അധ്യാപന ജീവിതം ഏറെ ഇഷ്ടത്തോടെ തെരഞ്ഞെടുത്തതിന് ശേഷം ഇപ്പോൾ 30 വർഷമായി ഈ ഒരു മേഖലയിൽ നിൽക്കുന്നു. സാറിന് എന്ത് തോന്നുന്നു ഒരു അധ്യാപകനായത്? അധ്യാപകനായാൽ പല നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ട്. അധ്യാപകനായിരിക്കെ തന്നെ ഞാൻ വിദേശത്ത് ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധ്യാപനായുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ ശിഷ്യസമ്പത്ത് തന്നെയാണ്. പിന്നെ സ്വതന്ത്രമായിട്ട് പുതിയ ആശയങ്ങളുമായിട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ അനന്തമായി കിടക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി, ആ ലോകത്ത് എല്ലാ ഇൻഫർമേഷൻ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അടിസ്ഥാനപരമായി ആശ്രയിച്ചിരുന്നത് വീടിനടുത്തുള്ള ഒരു സോവിയറ്റ് കൾച്ചർ ലൈബ്രറി ആയിരുന്നു. ട്രിവാൻഡ്രത്താണ് കുട്ടിക്കാലം. അന്ന് വളരെ ചുരുക്കം 2-3 ലൈബ്രറിയേ ഉള്ളൂ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളുള്ളത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എവിടെ ഇരുന്നാലും നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട അറിവുകളും ആശയങ്ങളും എല്ലാം ലഭ്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതിലാണ് അധ്യാപകനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ സാർ 3 മാസത്തേക്ക് വേണ്ടിയിട്ടാണ്, ഒരു ചെറിയ സർവീസിന് വേണ്ടിയാണ് വയനാട്ടിൽ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പണിയ ഭാഷയിലെ വാക്കുകൾ ചേർത്ത് ഒരു നിഘണ്ടു തയ്യാറാക്കുക എന്നൊരു ദൗത്യം ഇതോടൊപ്പം ചേർന്ന് സാറിന്റെ അധ്യാപന മേഖലയിലെ പ്രവർത്തനത്തോടൊപ്പം ഉണ്ടെന്നറിയുന്നു. അതേക്കുറിച്ചൊന്ന് കൂടുതൽ വിശദമാക്കാം. പണിയ ഭാഷയിൽ നിഘണ്ടു എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ന് ആദിവാസി ഭാഷകളിൽ നിഘണ്ടു ധാരാളമുണ്ട്. പക്ഷെ ആ നിഘണ്ടു രചിച്ചിരിക്കുന്നത് ആദിവാസികളല്ല എന്നുള്ളതാണ്. അപ്പം ആദിവാസി കുട്ടികളെ കൊണ്ട് അവരുടെ നിഘണ്ടു രചിപ്പിക്കുക എന്നുള്ളതായിരുന്നു, നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. കൂടാതെ നിങ്ങൾക്കറിയാം കാളൻ മെമ്മോറിയൽ കോളേജിൽ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്നവരാണ്. അവരിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എടുത്തു ചാടും തീർച്ചയായിട്ടും. അത് വേറൊരു കാര്യം. എന്നാലും നിങ്ങൾക്കറിയാം, ഈ വാക്കുകൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നതും അവരുടെ വ്യവഹാരം, കൊടുക്കലും വാങ്ങലും എല്ലാം വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഡിക്ഷണറി എന്ന ആശയത്തിലേക്ക് പോയത്. കൂടാതെ ആരാണോ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവരെ കൊണ്ട് തന്നെ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്തൊക്കെയാണ് ഈ ഒരു നിഘണ്ടുവിന്റെ പ്രത്യേകതകളായിട്ട് പറയാനുള്ളത്? ഇപ്പോൾ ആ ഭാഷ സംസാരിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. നിഘണ്ടു നിർമ്മാണം പൂർത്തിയായോ? നിഘണ്ടു നിർമ്മാണം തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ അനൗൺസ് ചെയ്തു, നിർമ്മാണം തുടങ്ങി. ആദ്യത്തെ 1000 വാക്കുകൾ
സമാഹരിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ കണ്ടെത്തി. അപ്പോൾ ഈ നിഘണ്ടു രചിക്കുമ്പോൾ എന്നും ഏത് ഭാഷയിലുള്ള നിഘണ്ടു രചിക്കുമ്പോഴും ആ ഫീൽഡിലെ ഏറ്റവും വലിയ അധ്യാപകരോ പ്രൊഫസേഴ്സോ ഒക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്. ഇപ്പോഴും അതിൻ്റെ അടിസ്ഥാന മെസ്സേജ് ആ നിഘണ്ടുവിൽ ഉൾക്കൊള്ളണമെന്നില്ല. ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്തല്ല ഞാൻ പറയുന്നത്. ഇംഗ്ലീഷ് 600 വർഷങ്ങളോളം കൊണ്ട് ഇവോൾവ് ചെയ്ത് ഏറ്റവും നല്ല ഭാഷയായിട്ട് ഈ ലോകത്ത് ഇന്ന് അറിയപ്പെടുന്ന ഉപയോഗിക്കുന്ന ഭാഷയാണ്. അത് അങ്ങനെയല്ല. ഗോത്ര ഭാഷകളെ സംബന്ധിച്ചിടത്തോളം ആരാണോ ഉപയോഗിക്കുന്നത്, അവർ എന്താണോ ഉദ്ദേശിക്കുന്നത്, അവർ വിനിമയം ചെയ്യുന്നത് എന്താണോ അത് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ടാണ് ഈ നിഘണ്ടുവിൻ്റെ ഒരു പ്രത്യേകത. അത് ഉപയോഗിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഗുണം അതിനുണ്ടാവും തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഈ നിഘണ്ടു ഉണ്ടായ ശേഷം നമുക്ക് അത് കാണാം. എന്തായാലും ഈ നിഘണ്ടുവിൻ്റെ പ്രാരംഭഘട്ടമേ ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. അതൊക്കെ മറികടന്ന് ഞങ്ങൾ സഞ്ചരിക്കും. ലിപി ഇല്ലാത്ത ഒരു ഭാഷയാണല്ലോ പണിയ ഭാഷ. അപ്പോൾ ഇതിനെ ഒരു ഡിക്ഷണറിയിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ലിപി ഇല്ലാത്ത ഭാഷ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ലിപിയില്ല. ലിപി ഇപ്പോൾ ചൈനീസ് ലിപി നോക്കിക്കഴിഞ്ഞാൽ, ചൈനീസ് ഭാഷ മാൻഡറിൻ ഭാഷ നോക്കിക്കഴിഞ്ഞാൽ അവർ ചിത്രങ്ങൾ കൊണ്ടാണ് വരയ്ക്കുന്നത്. ഇംഗ്ലീഷും ഒരു ചിത്രം തന്നെയാണ്. അങ്ങനെ അപ്പം മുമ്പ് ലിപിക്ക് പകരം ഈ ഗോത്ര വിഭാഗങ്ങൾ ചിത്രങ്ങൾ ഉപയോഗിച്ചിരിക്കാം. പക്ഷേ അത് മൺമറഞ്ഞു പോയി. ലിപി ഇല്ലാത്ത ഭാഷയല്ല, ലിപിയുണ്ട്. പക്ഷേ അതിന് വെല്ലുവിളികൾ ഏറെയാണ്. കാരണം ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല. അതാണ് ലിപി ഇല്ലാത്തതിൻ്റെ ഒരു ദൂഷ്യവശം. ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല. പഴയ മുമ്പ് സ്റ്റോർ ചെയ്ത് വെക്കാമായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് തോന്നുന്നു. സാർ, ഇപ്പോൾ അധ്യാപനത്തോടൊപ്പം ഈ പാഠപുസ്തകങ്ങളിലുള്ളത് സിലബസിനപ്പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു കാരണം എന്താണ്? എപ്പോഴും കാരണം ഇന്ന് നമ്മൾ ഭാഷയെ നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജിയായിട്ട് അത് സംയോജിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ടെക്നോളജി ഈ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ, നിങ്ങൾക്കറിയാം ഇന്നത്തെ കേരളത്തിലെ ടെക്നോളജിയുടെ പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ചെറിയ ശതമാനമേ ഉള്ളൂ. സാധാരണ അടിസ്ഥാന വിഭാഗങ്ങൾ ആദിവാസികൾ മാത്രമല്ല, മറ്റ് തൊഴിലെടുക്കുന്ന ജനങ്ങളിലേക്ക് ഈ ടെക്നോളജി എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഈ ഡിക്ഷണറി പോലെയുള്ള അല്ലെങ്കിൽ അവരുടെ വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള പഠനം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഔട്ട് ഓഫ് സിലബസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. 30 വർഷത്തോളം അധ്യാപന ജീവിതത്തിൽ സാർ എത്തി. ഏറെ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത മേഖലയാണ്. ഇപ്പോൾ ഇതിനിടയ്ക്ക് വിദേശത്തും സാർ ജോലി സംബന്ധമായിട്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അധ്യാപന മേഖലയിലേക്ക് എപ്പോഴെങ്കിലും എത്തിച്ചേരേണ്ടിയിരുന്നില്ല, മറ്റേതെങ്കിലും ഒരു മേഖലയായിരുന്നു ഇതിനേക്കാൾ നല്ലത് എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? വിദേശത്ത് പോകാൻ സാധിച്ചത് ഒരു വലിയ കാര്യം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മറ്റ് കൾച്ചർ, അതേപോലെ തന്നെ മറ്റ് ജീവിത സാഹചര്യങ്ങൾ, തൊഴിലിടങ്ങൾ, ഇവയൊക്കെ പരിചയപ്പെടുക എന്ന് പറയുന്നത് ഒരു അധ്യാപകനെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. ഞാൻ ജോലി ചെയ്തിരുന്നത് മലേഷ്യയിലെ നോർത്തേൺ ഭാഗത്തുള്ള ഒരു എയിംസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അത് യാദൃശ്യവശാൽ ചെന്നപ്പെട്ടതാണ്. ഇന്റർനെറ്റിലൂടെ പരതി ഒരു ജോലി കിട്ടി, അവിടെ എത്തി. പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു. അവിടെ 12-ാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ, എനിക്ക് ഹിസ്റ്ററി ഞാൻ പറയുന്ന ഡേറ്റുകളൊക്കെ ചിലപ്പം ഞാൻ ഹിസ്റ്ററി അധ്യാപനം അല്ലാത്തതുകൊണ്ട് തെറ്റായിരിക്കാം. 12-ാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ അവിടെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്. കെഡ എന്നാണ് ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ പേര്. പഴയ പേര് കെഡാരം. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളിലൂടെയും ഇങ്ങനെ വിവിധ തൊഴിലിടങ്ങളിലൂടെ പരിചയപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അനുഭവ സമ്പത്ത് ഒരു അധ്യാപകന് വളരെ ഒഴിച്ചുകൂടാനാവാത്തതാണ്. അത് തീർച്ചയായിട്ടും എനിക്ക് ലഭിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇങ്ങനെയുള്ള യാത്രകളിലൂടെയും പല യൂണിവേഴ്സിറ്റികളിലും, ഞാൻ അവിടെ മാത്രമല്ല പിനാങ് എന്ന സ്ഥലത്ത്, അവിടെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് മലേഷ്യ, അവിടെ വർക്ക് ചെയ്തു. അവിടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നാലും ഈ കെഡ എന്ന് പറയുന്ന ഞാൻ വർക്ക് ചെയ്ത എയിംസ് യൂണിവേഴ്സിറ്റി, അതും ഒരു ചൈനീസ് ഗ്രാമത്തിലായിരുന്നു. അത് മനോഹരമായ ഗ്രാമവും മെർബോക്ക് എന്ന് പറയുന്ന നദിയും ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു അധ്യാപകന് കിട്ടേണ്ട അനുഭവ സമ്പത്ത് ഇങ്ങനെയുള്ള യാത്രകളിലൂടെ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അത് എത്ര പേർക്ക് ലഭിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ വിദേശത്തുള്ള പഠനവും പഠിപ്പിക്കുന്നതും ഒക്കെ തിരിച്ചിവിടെ വന്ന് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അനുഭവ സമ്പത്ത് ഉപകാരപ്രദമായി എന്നാണ് സാറിന് തോന്നിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുട്ടികളുമായിട്ട് ചേർന്ന് ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുക. ആ വർക്ക്ഷോപ്പുകളിലൂടെ കുട്ടികളിലേക്ക് അറിവ് പകരുക.
ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയ കടമയായിട്ട് ഞാൻ കരുതുന്നത്. അപ്പം എനിക്ക് ഊർജം കിട്ടുന്നത് ഇങ്ങനെയുള്ള വിവിധ തൊഴിലിടങ്ങളിൽ പോയുള്ള പരിചയമാണ്. ഇത്തരത്തിൽ 30 വർഷത്തോളം ഈ അധ്യാപന മേഖലയിൽ ജോലി ചെയ്തപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മറക്കാനാവാത്തൊരു അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ 2004 എൻ്റെ ഓർമ്മ. 2004, അതെ, തീർച്ചയായിട്ടും 2004 അടൂർ അപ്ലൈഡ് സയൻസ് കോളേജ്, IHRയുടെ അപ്ലൈഡ് സയൻസ് കോളേജിൽ വർക്ക് ചെയ്യുമ്പോഴാണ്, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, സുനാമി 2004, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഡിസംബർ 26 സുനാമി ഉണ്ടാവുന്നത്. അന്ന് ഞങ്ങളുടെ കുറച്ച് വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടായിരുന്നു. സുനാമി അവർ തീരദേശങ്ങളിൽ താമസിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളുള്ള ഒരു കോളേജായിരുന്നു. അപ്പം അന്ന് സുനാമി ബാധിച്ച സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകുമ്പോഴാണ് അതിൻ്റെ രൂക്ഷത മനസ്സിലായത്. എങ്ങനെയാണ് ഈ പ്രകൃതിയും മനുഷ്യനുമായിട്ട് മല്ലിട്ട് ജീവിക്കുന്നത്. അന്ന് ആ സുനാമി അഴീക്കൽ എന്ന് പറയുന്ന പ്രദേശം തുടച്ചു നീക്കുകയായിരുന്നു. അപ്പം അന്ന് ആ ഒരു അഴീക്കൽ പോയി ഈ അവരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളുടെ അവിടുത്തെ NSS വോളണ്ടിയേഴ്സ് അന്ന് കിട്ടിയ ഒരു ലോറിയാണ്. ആ ലോറിയിൽ എല്ലാവരും കൂടെ കയറി അഴീക്കലിലെത്തുകയും അവിടെയുള്ള ജനങ്ങളെയും അവിടെയുള്ള ഞങ്ങളുടെ കോളേജിൽ നിന്നുള്ള കുട്ടികളെ സഹായിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു അധ്യാപന ജീവിതത്തിലുണ്ടായ അധ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളെക്കാളും ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് കൂടുതൽ ഓർത്തിരിക്കുന്നതും അതേപോലെ തന്നെ മനസ്സിനെ നന്നായിട്ട് ബാധിച്ച കാര്യങ്ങളും. സാർ ഇപ്പോൾ ഒരുപാട് വർഷത്തെ അനുഭവം ഈ ഒരു മേഖലയിലുണ്ട്. അപ്പോൾ സാർ അധ്യാപനം തുടങ്ങിയ ആ ഒരു സമയത്തിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികളും പഠന രീതികളും ഒക്കെ മാറിയിട്ടുണ്ട് ഇപ്പോഴത്തേക്ക്. അപ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്? ആദ്യത്തെ ആ ഒരു രീതി ആയിരുന്നോ അതോ ഇപ്പോൾ പിന്തുടർന്നു പോകുന്ന രീതിയാണോ നല്ലത്? വിദ്യാർത്ഥികളിൽ മാറ്റം സാറിന് അനുഭവപ്പെട്ടിട്ടുണ്ടോ? വളരെ നല്ല ചോദ്യമാണ്. ഞാൻ 91 ആദ്യം PG സ്റ്റുഡൻ്റായിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത്. അന്ന് ഒരു ചെറിയ മാറ്റം പറയാം. അന്ന് ഇന്ന് കാണുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ജനറേറ്റീവ് AI എന്ന് പറയുന്ന ടൂൾസിൻ്റെയൊക്കെ ഗവേഷണത്തിൻ്റെ തുടക്കം അന്നായിരുന്നു. അന്ന് നമ്മൾ വളരെ അടിസ്ഥാനപരമായ ഡേറ്റ എന്താണ്, അക്ഷരം എന്താണ്, മനുഷ്യൻ എന്താണ്, ഇങ്ങനെയൊക്കെ ഉള്ള സിലബസ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. സിലബസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പഠനക്രമം. പക്ഷെ അത് ഇന്ന് ഞാൻ 30-35 വർഷത്തിന് ശേഷം ആ ഒരു പഠനക്രമത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാം മാറി. വളരെ വലിയ മാറ്റങ്ങളാണ് ടെക്നോളജിയിൽ ഉണ്ടായിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളൊക്കെ അന്ന് സെൽഫ് സഫീഷ്യൻ്റ് ആയിരുന്നു. ക്ലാസ് ഇല്ലെങ്കിലും ക്ലാസ്സിൽ നിന്ന് എന്താണ് കൂടുതൽ കിട്ടുന്നത്, എനിക്കൊരു ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വായിക്കാൻ കഴിയുമായിരുന്നു A to Z. വേറെ ഒരു സഹായമൊന്നും ആവശ്യമില്ലായിരുന്നു. അധ്യാപകരെന്ന് പറയുന്നത് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് കുറച്ചും കൂടെ സ്കൂൾ ടീച്ചിങ് പോലെയുള്ള ഒരു ടീച്ചിങ് കുട്ടികൾ ആവശ്യപ്പെടുന്നു. അവർക്കെല്ലാം റെഡിമെയ്ഡായിട്ട് വേണം. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ജോലി ചെയ്യാനുള്ള മടി ഇന്ന് വളരെ വ്യാപകമാണ്. ഞങ്ങളുടെ കാലത്തൊക്കെ പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തില്ല തോറ്റു പോകുമായിരുന്നു. വേറെ മാർഗമൊന്നുമില്ല, വീണ്ടും എഴുതുകയോ മാർഗമുള്ളൂ. പക്ഷെ ഇന്ന് ആ സ്ഥിതി മാറി, ടെക്നോളജി മാറി. ഇന്ന് വിദ്യാർത്ഥികൾക്ക് ധാരാളം ടൂളുകളുണ്ട്, പഠിക്കാനും പഠന സഹായിയായിട്ടും ഒക്കെ ധാരാളം ടൂളുകളുണ്ട്. പിന്നെ ഇന്ന് കുട്ടികളെ അളക്കുന്നത്, മെഷർമെൻറ്റ് വളരെ സയൻറ്റിഫിക്കാണ്. അന്ന് അങ്ങനെയൊന്നുമില്ല, അന്ന് സയൻറ്റിഫിക് അല്ല, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് അത് മാറി. പിന്നെ അന്ന് ജീവിച്ചവർക്കൊക്കെ അറിയാം, അന്ന് നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആളോഹരി വരുമാനം എന്ന് പറയുന്ന ഇന്നത്തെ കാൽഭാഗം ഉണ്ടാകത്തുള്ളൂ. ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. ജീവിത സാഹചര്യമൊക്കെ ഇന്നത്തെ പോലെ അത്ര നല്ല സാഹചര്യങ്ങളില്ല. നല്ല ക്ലാസ് റൂംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ലൈബ്രറികളായിരുന്നു. ഇതൊക്കെയാണ് എനിക്കൊരു വ്യത്യാസമായിട്ട് തോന്നുന്നത്. ഓടത്തുടങ്ക നമ്മ യാത്ര. കാളൻ മെമ്മോറിയൽ സ്റ്റഡി സെന്റർ ഫോർ ട്രൈബൽ അഡ്വാൻസ്മെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി പണിയ ഭാഷയിലെ വാക്കുകൾ ഉൾപ്പെടുന്ന ഡിക്ഷണറി തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകുന്ന അധ്യാപകൻ ഗിരീഷ് കുമാറുമായി പ്രജിഷ രാജേഷ് നടത്തിയ അഭിമുഖത്തിന്റെ 1ാം ഭാഗമായിരുന്നു ശ്രോതാക്കൾ കേട്ടത്. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം. ഓടത്തുടങ്ക നമ്മ യാത്ര. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റുലി, മാറ്റത്തിന്റെ ശംഖുലി.